ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതികളായിരിക്കുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേരാണ് പ്രതികൾ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും പ്രതിയാണ്. SIT ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. മുൻ ഗൺമാൻമാരടക്കം പ്രതികളായിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുതിയ സർക്കാർ വന്നപ്പോൾ AD തോമസ് MLA അടക്കമുള്ളവരാണ് അന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇരകളായത്. അവരുടെ പുതിയ പരാതി വന്നിരിക്കുന്നു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് SIT രൂപീകരണം ഉണ്ടാകും, ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. 5 പേരെ പ്രതികളാക്കിക്കൊണ്ട് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഹരിമോഹൻ, 3 പോലീസുകാർ, 2 ഗൺമാൻമാർ, ആകെ 5 പേർ. ഈ പോലീസുകാർ കൂടി എങ്ങനെയാണ് ഉൾപ്പെടുന്നത്? മധു, ഈ 5 പേരും അന്നത്തെ മർദ്ദനത്തിൽ പങ്കാളികളായി എന്നുള്ള കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. അതായത് ഈ അനിൽകുമാറും സന്ദീപും മാത്രമല്ല, അരുണും വിപിനും ഷൈജുവും സമാനമായിട്ടുള്ള പ്രവൃത്തിയിൽ അന്ന് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ മറ്റു 3 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ SITക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പസമയം മുമ്പ് നൽകിയത്. നിലവിൽ ഈ 5 പേർക്കുമെതിരെ ഒരു വകുപ്പും ചുമത്തിയിട്ടില്ല. വകുപ്പുകൾ ചുമത്തുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു തീരുമാനം വരിക എന്നുള്ളതാണ് നിലവിൽ SIT പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിലുള്ളത് ചട്ടലംഘനം തന്നെയാണ് എന്നുള്ള കാര്യം സംശയഭേദമന്യേ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ SIT ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം അല്ലെങ്കിൽ പ്രവർത്തകരെ മർദ്ദിക്കാൻ ഉപയോഗിച്ചത് ലാത്തി ആയിരുന്നില്ല, മറിച്ച് ലാത്തിക്ക് സമാനമായ മറ്റൊരു വടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ട ലാത്തി അടക്കമുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു വടി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിച്ചു.